നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പേരക്കുട്ടിയുടെ വധുവാവാൻ അനുയോജ്യയായ ഒരു പെൺകുട്ടിയെ ഇതിനോടകം തന്നെ ദൈവം നിങ്ങളുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു കഴിഞ്ഞു. അതായത് ആ പെൺകുട്ടിയെ അമ്മ ഇതിനോടകം പലവട്ടം കണ്ടു കഴിഞ്ഞു എന്ന് സാരം. സിദ്ധുവിന്റെ വധുവാകാൻ ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന പെൺകുട്ടിയെ അതേ ഈശ്വരൻ തന്നെ എന്റെ മുന്നിൽ എത്തിക്കുമെന്ന് ഗുരു പറഞ്ഞപ്പോ തന്നെ ആദ്യം എന്റെ മനസ്സിൽ തെളിഞ്ഞത് ദേവികയുടെ മുഖം. മേഘമലയിലുള്ളപ്പോ മുതല് ഞാൻ ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നത്. അവളെ പോലൊരാള് തന്നെയാ സിദ്ധുവിന്റെ ജീവിതത്തിൽ വരേണ്ടത്. അങ്ങനൊരു സൂചന ദേവി പലപ്പോഴായി എനിക്ക് തന്നിട്ടുണ്ട്. ദേവിക വളരെ ദയാലുവും ക്ഷമയുള്ളവളും. അവളെ കൊണ്ട് മാത്രമേ സിദ്ധുവിനെ പൂർവ്വസ്ഥിതിയിൽ എത്തിക്കാൻ സാധിക്കൂ. സിദ്ധുമോന്റെ ജീവിതം എനിക്ക് ഏറ്റവും പ്രധാനം. അതിനുവേണ്ടിയാ അഭിഷേകിന്റെ അഞ്ജിതയുടെ വിവാഹം നടത്തുന്നതിനോടൊപ്പം സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹവും നടക്കണമെന്ന് ഞാൻ പറയുന്നത്. ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ അമ്മേ. അമ്മയോട് ഗുരു പറഞ്ഞ വാക്കുകളിൽ ഇപ്പൊ എനിക്കും വിശ്വാസം തോന്നുക. വിവാഹം കഴിഞ്ഞ് സിദ്ധുവിന്റെ അസുഖം ഭേദാവുമെന്ന് ഇപ്പൊ എന്റെ മനസ്സും പറയുന്നു. മാറും മോളെ, ഭഗവാൻ നമ്മളെ കൈവിടില്ല. സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നടക്കണം. വിവാഹം നടന്നാ ദേവിക അവനെ കാര്യമായിട്ട് നോക്കിക്കോളും. അതിലെനിക്ക് ഒരു സംശയവുമില്ല. മേഘമലയിൽ വെച്ച് അവളെ പരിചയപ്പെടാൻ സാധിച്ചതും ആ കുടുംബവുമായി ബന്ധം ചേരാൻ സാധിച്ചതും ദൈവനിശ്ചയം തന്നെയാ. അല്ല, എനിക്കിപ്പോഴും സംശയം ബാക്കിയാ. എന്ത് സംശയം? ഗുരു സൂചിപ്പിച്ച പ്രകാരമുള്ള പെൺകുട്ടി സിദ്ധുവിന്റെ വധുവാവാനായി ദൈവം തെരഞ്ഞെടുത്ത പെൺകുട്ടി അത് ദേവിക തന്നെയാണെന്ന് അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? അമ്പലത്തിലും വഴിയിലുമായി അമ്മ എത്രയോ പെൺകുട്ടികളെ നിത്യവും കാണുന്നതല്ലേ? അതിലാരെങ്കിലും ആയിക്കൂടെ സിദ്ധുവിന് വേണ്ടി ദൈവം തീരുമാനിച്ച പെൺകുട്ടി? ഒന്നും അല്ല, ദേവിക തന്നെയാ സിദ്ധുവിന് വിധിക്കപ്പെട്ട പെൺകുട്ടി. അതെനിക്ക് ഉറപ്പാ. ദേവികയും സിദ്ധുവായിട്ടുള്ള വിവാഹം ഞാൻ നടത്തിയിരിക്കും. അതെന്റെ തീരുമാനോ. എന്തിനാ അനാവശ്യ സംശയം? എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ മഹേട്ടാ. എന്തൊക്കെ തന്നെ ആയാലും ദേവിയേക്കാൾ അനുയോജ്യ ഒരു പെൺകുട്ടിയെ സിദ്ധുവിന് വേണ്ടി കണ്ടെത്താൻ സാധിക്കില്ല. അമ്മയ്ക്കുള്ളതുപോലെ നിർബന്ധം എനിക്കുണ്ട്. സിദ്ധുവും ദേവികയും തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്തണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.